കേസ് നടക്കും. എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയോർ തയ്യാറാണ്. എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവരും. വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും. എന്നിട്ടെന്താ, അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും. പക്ഷെ എവിടെ തുടങ്ങിയാലും ഒടുക്കം ചെന്നത്ത് അവിടെ തന്നെ. ഈ മരുന്നും കഷായം കൊണ്ട് മാത്രമാവില്ല. നാളെ കൊണ്ടും കുറവുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? മരുന്നുകൊണ്ട് മാറും ഇതൊക്കെ? അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് മാറുക. കുറച്ചാൾ എൻ്റെ അവിടെ വന്ന് നിൽക്കാം. ഇന്ന് കാലത്തൂടെ അമ്മ പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ചാവാണ്ടി കിടക്കണതുകൊണ്ടാ ആകെയുള്ള ഈ മുതൽ കൊത്തിപ്പറിക്കാൻ അവന്മാർ വരാത്തത്. ഞാൻ ഉമ്മറത്തുണ്ടാവും, ഉറങ്ങാൻ നോക്കും. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ? അമ്മയ്ക്ക് അതൊക്കെ ശീലമാണ്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ നോക്കൂ എന്താണെന്ന്. ലേഡി, ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയുടെ കിടപ്പുറിയിൽ നഷ്ടാപ്പാതിലേക്ക് കിടന്നു. നിനക്ക് എന്താ കാര്യം? അടിയും പിടിയൊന്നും വേണ്ട. ഇയാളുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? ജാരസംസർഗം, അതിന് വകുപ്പുണ്ട്. ഇറങ്ങണം. ഞാൻ മാത്രം വന്നാ പോരെ? പോരാ, അവര് വരണം. അവർക്ക് തീരെ സുഖമില്ല. ഓ, അവളുടെ അസുഖം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ടി കഴിവറോ മര്യാദ ചോദിക്കാൻ പറ. നിങ്ങൾ ഇരിക്കാൻ നോക്കില്ല. ഒന്നും മിണ്ടാതെ പോടോ. രാത്രിയാണ്, നല്ല മഴക്കോളുണ്ട്. നിന്ന് തിരിയാതെ ഇറങ്ങാൻ നോക്ക്. മുതലാളി, ഗോവിന്ദൻകുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. ആ നാളെ നമ്പൂരി ചെയ്ത ചതിയാ. ഇല്ലത്തിനാ പിടിച്ചോണ്ട് പോയ. ആ ലക്ഷ്മി ഉണ്ട് കൂടെ. ഇത്തരം നാണം കെട്ട കോടതി വരെ എത്തിയ അവരത് അവിടെ ഇട്ട് ചെകയും. എറിഞ്ഞോനും ഏറ് കൊള്ളുന്നവനും ഒരുപോലെ മാറും. നമ്മൾ ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഇവരൊരു സ്ത്രീയല്ലേ. വെറുതെ ഇവരെ വലിച്ചഴക്കണോ ഈ വിഴുപ്പലക്കാൻ? നമുക്കിതോടെ വെച്ച് അവസാനിപ്പിക്കാം. എന്താണോ? അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ സാറേ ഇത്? സാറ് ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ സാറിന്റെ ഭാര്യയോട് ഞാൻ കക്ഷി കിടക്കണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ച് ദിവസം അകത്തിടണം. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല. പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. ഒരേ സമയം ഒരുത്തന്റെ ഭാര്യയായിട്ടും മറ്റൊരുത്തന്റെ വെപ്പാട്ടയായിട്ടും കഴിയുന്നത് ശരിയാണോ? അത് സാറ് അവരോട് ചോദിക്കണം. ഇയാളെ പോലെ വൃത്തിയായിട്ട് ഒരുത്തന്റെ ഭാര്യ ആയിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് ഗോവിന്ദൻകുട്ടിയുടെ വെപ്പാട്ടിയായിരിക്കുന്നത്. എന്തിന് നാട്ടുകാരുടെ മുൻപിൽ തെരുവേശ എപ്പോഴും ധരിക്കുന്ന പോലും. മനസ്സറിഞ്ഞ് ഞാൻ ശപിച്ചാൽ തൊഴുതു പോകും. നിങ്ങൾ തൊഴുതു പോകും. இன்ஸ்பெக்டர் சார், காலையில் வரைக்கும் பொறுத்துக்க கூடாதா? இவங்க என்ன கொலையா பண்ணிட்டாங்க? இந்த நடுராத்திரியில் இவங்க கிட்ட இவ்வளவு கடுமையா நடந்துக்கிடுமா? അല്ല, അത് അങ്ങനെയല്ല സാർ. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. സെർച്ച് ചെയ്തപ്പോൾ എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വകുപ്പില്ല, സെക്ഷനും ഇല്ല. இருக்கட்டும், அதிகாரமெல்லாம் இருக்கட்டும், தப்பு இல்லை. ஒரு உதவி செய்றீங்களா? ஃபோன் பண்ணி உங்க எஸ்பியை கூப்பிடுங்க. அவர்கிட்ட சொல்லுங்க, அவருடைய ஃப்ரெண்டு சேலம் எஸ்பி இருக்கார்ல, அவங்க அப்பா பேசணும்னு சொல்லுங்க. ഇതിലിപ്പോ മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ പ്രശ്നമൊന്നുമില്ല സാർ. റിട്ടേൺ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക്
സാർ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയാൽ മതി. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ஓகே சின்ன 5 மினிட்ஸ்ல வந்துடுறேன். அடே என்ன சார் நிக்கிறீங்க? இன்ஸ்பெக்டர் அவருக்கு ஒரு சேர் கொடுங்க சார், ரொம்ப பெரிய மனுஷன். ഒന്ന് സന്തോഷായിട്ടിരിക്കും. ഏയ് നീ എവിടായിരുന്നു മോനെ ഇതുവരെ? ഇവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആഹാ, പുറത്തിരുന്നും തുടങ്ങിയോ? അവര് ഊണ് കഴിക്കുക. ഇനിയിപ്പോ വീടും പരിസരവും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങിയാൽ? നീ ഒന്ന് അകത്ത് കയറിയിരിക്കേ. പറഞ്ഞ കൂട്ടാക്കില്ലാന്ന് തന്നെയല്ലേ? നന്ദിനി എവിടെ? കല്യാണം കഴിയണത് വരെ അവളെ മുറിക്ക് പുറത്ത് വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. നീ ആയിട്ട് നീ അവളുടെ മനസ്സ് തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല. വേണ്ട, നടക്കണ്ട. അവള് സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് 100 വട്ടം പറഞ്ഞാലേ സമ്മതിച്ചു നടത്തുള്ളൂ. ചേച്ചി, നിങ്ങൾ അവളുടെ വല്യമ്മയായിരിക്കും. നിങ്ങളെക്കാളും അവളുടെ അച്ഛനേക്കാളും കൂടുതൽ അവളുടെ ഇഷ്ടം എനിക്കറിയാം. ആ ഇഷ്ടമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റി. അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു. പാപമാണിത്, മഹാപാപം. എടാ അപ്പു, നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ. കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിനക്കത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റവൾക്കും അവളുടെ മോനും എഴുതി കൊടുത്തോ. എന്നിട്ട് അവിടെ പോയി പുറത്തോ. ഞങ്ങളുടെ ആരുടെയും വീട്ടുകാര്യത്തിൽ ഇടപെടാൻ വരണ്ട. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവളവന്റെ വെപ്പാട്ടിയാണെന്ന്? അതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? അല്ലെങ്കിൽ എല്ലാം അവന് പറയാമായിരുന്നല്ലോ. ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാന്ന് പോലെ വിചാരം ഉണ്ടെങ്കിൽ ഓർത്തോ, ഒരു ദിവസം തികച്ച് നീ അവനോട് വാഴില്ല. ടൈഗർ ആന്റണിയേക്കാൾ കേമന്മാരുണ്ട് ഇവിടെ. അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല. അവന്റെ ശവം വണ്ടിത്താഴത്ത് പൊങ്ങിയിട്ടേ പിന്നെ ഇവിടെ അടുപ്പിൽ തീ പുകയും. അവളെ ഒന്ന് കാണാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കൂടി ഒരു വഴിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. കൂടുതൽ ആലോചിച്ചിരുന്ന അവള് വല്ല കടുങ്കയും കാണിച്ചു കളയുമെന്ന്
എന്റെ പേടി. എവിടേക്കാ? ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അമ്മേ. അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ട. ഇതാ വരുന്നു. അപ്പോട്ടാ ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ ഗൗരി? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ആരെ? ഗോവിന്ദുട്ടിയുടെ അച്ഛനെ. നിനക്ക് വെറുതെ തോന്നിയതാവേ ഉള്ളൂ. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവണത് ഞാൻ കണ്ടു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. കുറെ നരച്ചു. മുഖത്തൊരു താടിയുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കോ? ഒരു വശത്ത് വരണമെന്നും ഒന്ന് കാണണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം ഒരിക്കലും വരില്ലെന്നും എന്റെ മകന്റെ കണ്ണിൽ പെടലെന്നും മനസ്സ് തേങ്ങി. അവനെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അപ്പോട്ടനറിയാലോ. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആയുസോടെ ഇരുന്ന് കണ്ടാ മതി. സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി ഇനി ആ ശിക്ഷ കൂടെ ഞാൻ അനുഭവിക്കണം. അപ്പോട്ടാ വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ. അപ്പോട്ടൻ ചെന്നൊന്ന് കാണാമോ? കണ്ടിട്ട് ഗോവിന്ദുട്ടി തിരിച്ചറിയണതിന് മുൻപ് ഇവിടം വിട്ട് പോണോന്ന് പറയാമോ? അതിനും ഞാൻ തന്നെ വേണം, ഇല്ലേ ഗൗരി? മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ. അപ്പോഴേക്കും അയാൾ നാട് വിട്ടു. പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി. നിന്നെയും കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് പറയാൻ അന്നും കണ്ടു കിട്ടിയില്ല. ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ദാ ഇവിടെ. ഞാൻ പറയാം അയാളോട്, ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്ന് ഞാൻ പറയാം.